ഒരു നാട് വരാനിരിക്കുന്ന ദുരന്തത്തെ ചെറുക്കാൻ ഒരുമിക്കുമ്പോൾ ആ ചെറുത്തുനിൽപ്പിന് ശക്തി പകരേണ്ടത് ആ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ കക്ഷികളുമാണ്. ചടയമംഗലത്തെ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ കോറി മാഫിയ പ്രവർത്തനങ്ങളെ കാണുന്നു എന്നുള്ളത് ചടയമംഗലം ജനതയും ഉറ്റുനോക്കുന്നു. ചിലർ നിശബ്ദരായി ഒഴിഞ്ഞു മാറി നിന്നേക്കാം. എന്നാൽ പ്രതീക്ഷ നൽകി ഒരു ജനതയ്ക്കൊപ്പം പോരാടാൻ മടിയിൽ കനമില്ലാതെ അവർ ശബ്ദിക്കുന്നു. നാടിനായി, ചടയമംഗലത്തിനായി. നമസ്കാരം. ഞാൻ RSPയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ 50 വർഷക്കാലമായി ചടയമംഗലത്ത് പൊതുമണ്ഡലത്തിൽ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഇന്ന് നമ്മുടെ ചടയമംഗലം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അത് പൊതുജനങ്ങൾക്ക് ഏറെ ദോഷം ചെയ്യുന്ന ഒരു വിഷയങ്ങളാണ് ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു വിഷയം മാത്രമല്ല, നിരവധി വിഷയങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കടന്നു പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാറക്കോറി. ഇന്ന് ചടയമംഗലം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരു പാറക്കോറി പോലും ഇല്ലായിരുന്ന പോരയിടത്ത് 3 പാറക്കോറി തുടങ്ങാൻ പോകുന്നു. ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കല്ലുമല മേഖല, അവിടെയും അതിനുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കടന്നൂർ കണ്ണങ്കോട് മേഖലയിൽ പാറക്കോറിക്കുള്ള ചില പേപ്പർ വർക്കുകളെല്ലാം നടത്തുകയും അതിൻ്റെ അനുമതി വാങ്ങിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പൊ പുതുതായി ചടയമംഗലത്തിന്റെ ജടായുപ്പാറയുടെ സൈഡിലുള്ള പാറകൾ ഖനനം ചെയ്ത് മാറ്റാൻ എന്ത് മാർഗമുണ്ടെന്ന് നോക്കിക്കൊണ്ട് ഒരു സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് അനുമതി കൊടുത്തതിന് ശേഷം അവിടെ മണ്ണെടുത്തു, കെട്ടിടത്തിന്റെ പെർമിറ്റ് കൊടുത്തു. ഇതെല്ലാം കൊടുത്തതിന് ശേഷം പാറ പൊട്ടിക്കാനുള്ള അനുമതിയും ജിയോളജിയിൽ നിന്ന് വാങ്ങി ഏകദേശം 2 വലിയ ഹിറ്റാച്ചി, 3 ജാക്യാമർ, ഇതെല്ലാം കൊണ്ട് ഒരു പ്രദേശം നശിപ്പിക്കുന്ന രീതിയിൽ ചടയമംഗലം MC റോഡിന്റെ ഓരത്താണ്. അതിന്റെ തൊട്ട് ബാക്കിൽ എന്ന് പറയുന്ന ജടായുപ്പാറ ടൂറിസം വർക്ക് ചെയ്യുന്ന അഡ്വഞ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ഈ മേഖലയിലെല്ലാം ഭൂമിക്കിടെ അടിയിൽ പാറ തന്നെയാണ്. ആ പാറയുടെ മുകളിലിരിക്കുന്ന ഈ അഡ്വഞ്ചർ പാർക്കിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ തടഞ്ഞു നിർത്തിയേക്കുന്ന ഫ്രണ്ടിലുള്ള പാറകൾ പൊട്ടിച്ചു മാറ്റിയാൽ ആ നിൽക്കുന്ന വൻ വൃക്ഷങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ അവിടെ നിർമ്മിതികളുണ്ട്, ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാം കൂടെ ഒലിച്ച് ഒരു 200 സെന്റിമീറ്ററിന് മുകളിലോട്ടുള്ള ഒരു മഴ പെയ്താൽ മതി. എല്ലാം കൂടെ ഒലിച്ച് താഴെ വശത്തുള്ള വീടുകളെല്ലാം പോകും, മനുഷ്യരെല്ലാവരും പോകും, MC റോഡെ പോകുന്ന വാഹനങ്ങൾ പോകും, MC റോഡിന് എതിർവശത്തുള്ള വീടുകൾ പലതും പോകും, കടകൾ പോകും, എല്ലാം നശിക്കും. അനുവാദം കൊടുത്തേക്കുക. എന്ത് കഷ്ടമാണിത്! ഇങ്ങനെ ഒരു നാടിനെ ദ്രോഹിച്ചാൽ കൊള്ളാമോ? കണ്ണമ്പാറത്തെ സ്ഥിതി എന്തായെന്ന്, കണ്ണമ്പാറ തുടങ്ങിയ കോറി കാരണം അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം. അതിന്റെ CSRI ഫണ്ട് വരെ വാങ്ങിച്ച് വീതം വെക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് പഞ്ചായത്ത് പോകുന്നു. വേറെ 2 കോറിക്ക് അവിടെ തന്നെ കൊടുക്കുന്നു, അനുമതി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളുമായിട്ട് പോകുന്നു. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പാറക്കോറികളുടെ ഒരു കേന്ദ്രമായി മനുഷ്യവാസ യോഗ്യമല്ലാത്ത രീതിയിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണോ പൊതുപ്രവർത്തകർ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ഭരണാധികാരി ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ഉദ്യോഗസ്ഥന്മാര് പെരുമാറേണ്ടത്? എന്താ ഒരു നാടിനെ നശിപ്പിക്കാമെന്നോ? പണ്ട് ജടായുപ്പാറ പൊട്ടിക്കാൻ വന്നപ്പം അന്ന് നടക്കാതെ പോയത് എന്നാ പിന്നെ വേറൊരു രീതിയിൽ നടത്താമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകരുള്ളപ്പോൾ ഇത് സമ്മതിക്കില്ല. ഇതിനു വേണ്ടി ഇവിടെ ഒരുപാട് സാമ്പത്തികങ്ങൾ ഒഴുക്കിയതായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങളാരും പൊട്ടന്മാരൊന്നുമല്ല. ഇതെല്ലാം വാങ്ങിച്ച കീശയിലാക്കിയിട്ട് ഒരു നാടിനെ നശിപ്പിക്കാമെന്നോ? എന്താണിത്? ചടയമംഗലത്തെ പൊതുജനങ്ങളെല്ലാം ഇത് കാണണ്ടേ? ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഇപ്പൊ തന്നെ മേടയിൽ വാതിക്ക ഉണ്ടായേക്കുന്ന സംഭവം അതൊരു 2-3 വർഷത്തിനകം അതിന്റെ
അനുഭവം ചടയമംഗലത്തുകാർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നല്ല ഒരു മഴ പെയ്യട്ടെ, ഒരു 3-4 ദിവസം തുടർന്ന് നിൽക്കുന്ന ഒരു വലിയ മഴ പെയ്യുമെങ്കിൽ ജടായുപ്പാറയുടെ ഒരു ഭാഗം മൊത്തം ഇടിഞ്ഞ് നേരെ താഴോട്ട്, അത് വൻ കല്ല് പാറക്കഷണങ്ങളും വൃക്ഷങ്ങളും എല്ലാം നിരങ്ങി ഇങ്ങ് MC റോഡിലോ വന്ന് താഴോട്ട് അങ്ങോട്ട് പോകും. ഒരു സംശയവും വേണ്ടതിന്. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കരുത്. ഭരണാധികാരികൾ ഇതൊക്കെ കാണേണ്ടതാണ്. ഒരു മനോഹരമായ സുന്ദരമായ ഒരു പഞ്ചായത്തിനെ, ഒരു ഗ്രാമത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഈ നടപടികൾ എത്രയും പെട്ടെന്ന് നിർത്തിവെച്ചില്ല എങ്കിൽ ചടയമംഗലത്തെ ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കാണും, ഞങ്ങൾ എന്ത് ചെയ്താലും ആരും ഒന്നും ചെയ്യൂല എന്ന്. അങ്ങനെ അല്ല, പ്രതികരിക്കും. നാളുകളിൽ ഞങ്ങൾ നിരാഹാര സത്യാഗ്രഹവുമായി ഞങ്ങൾ ഈ പഞ്ചായത്തിന്റെ കവാടത്തിൽ കാണും. എന്താണ് സ്ഥിതി? ഇങ്ങനെയുണ്ടോ ഒരു പഞ്ചായത്ത്? ഇന്ന് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്തുമായിട്ട് മാറിയില്ലേ ചടയമംഗലം? വികസനം എന്തെങ്കിലും ഉണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഗ്രാമപഞ്ചായത്തിന് ഒരു കാര്യാലയം പോലും ഇല്ല. അവിടെ ആ നിന്ന പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചെടുത്ത് അത് ആലുകുരുത്തിട്ട് പൊളിച്ചതാ. അവിടെ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ശാലയാക്കി മാറ്റിയിരിക്കുന്നു. നല്ല ഒരു മൂത്രപ്പുരയുണ്ടോ ഇവിടെ വരുന്ന ജനങ്ങൾക്ക്? എന്താണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ പറയുക. ഇത് ജനങ്ങൾ അറിയണം. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യണം. ഇത് ജനങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കണം. ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തണം. ഒരു കാരണവശാലും ഈ നടപടികൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള ഭീഷണികളൊന്നും ഇങ്ങോട്ട് വേണ്ട. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഒരുപാട് ഭീഷണികൾ നേരിട്ടാണ് 50 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത്. അതൊന്നും ഇവിടെ ചെലവാകത്തില്ല. പൊതുജനത്തിന്റെ കൂടെ ഇത്തരത്തിലുള്ള ദുഷ്ചെയ്തികൾക്കെതിരെ പൊതുജനത്തിന്റെ മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് സമരമാർഗങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് സാക്ഷി TV ഇത് രംഗത്ത് കൊണ്ടുവന്നതിന് അവരെ അഭിനന്ദിക്കുന്നു. പൊതുജനം എന്ന് പറയുന്നത് കഴുതകളല്ല